ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഗ്രോത്ത് ഹാക്ക് തലയിൽ വന്നു. അതായത് നമ്മളിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടുവരുന്നു. പക്ഷേ ഈ ലോക്കൽ ഗൈഡ്സ് ഉണ്ടല്ലോ, ഹൈലി റാങ്കിങ്, അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്ട് ആയിരിക്കും റവന്യൂല്. അവരെ കൊണ്ടുവരിക, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, അവരെ കൊണ്ട് ഗൂഗിൾ റിവ്യൂ ഇടിപ്പിക്കുക. അവർ യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ഗൈഡുകൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഡിജിറ്റൽ ഡൈവേർഡ് ഇല്ലാതാക്കുക എന്നുള്ളത്. അത് കൂടാതെ തന്നെ അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി. പക്ഷെ പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന ഈ ലെവല് കൂട്ടുക എന്നുള്ള ഒരൊറ്റ ഇതിലാണ് ശ്രദ്ധിക്കുന്നത്, ഗെയിമിഫിക്കേഷൻ. അതെ അതെ അതെ. അത് കൂടാതെ തന്നെ, പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ചില ആളുകൾ ലെവല് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ അവർ ഈ ഒരു എന്താ പറയാ, നമ്മളൊരു ഇക്കോ സിസ്റ്റം പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് ഇപ്പോൾ അവർ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ഒരു ബിസിനസ് എന്താണ്, അവിടെ എങ്ങനെയാണ് നടക്കുന്നത്, അത് ചില സ്ഥലത്ത് ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. അങ്ങനെയുള്ള സമയത്ത് അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്, അത് കൊടുക്കും. അങ്ങനെ ആ രീതിയിൽ അവരതിനെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷെ കുറച്ചുകൂടെ ബിസിനസ് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും കൂടെ അവർ മാറേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ രീതിയിലേക്ക്. കറക്റ്റ്. പക്ഷെ ഇതാരും ലെവറേജ് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. അതായത് ഗൂഗിൾ ഗൈഡ് ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതെ അതെ, നല്ല ലെവലിൽ ഗൂഗിൾ ഗൈഡ് ഒരു ഇൻഫ്ലുവൻസർ. ആ ഇൻഫ്ലുവൻസർ നമ്മളെ ബിസിനസ്സിൽ വന്ന് അവർക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് റിവ്യൂ ഇടുകയാണെങ്കിൽ അതിന് ഗൂഗിൾ എന്തായാലും വലിയ റാങ്കിങ്. ഓക്കെ, ഷാൻ പറഞ്ഞ പോയിന്റ് ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതായത് അവിടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നത്. അതെ, അങ്ങനെ ഒരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, റിയൽ എക്സ്പീരിയൻസ് നോക്കുന്നു, കറക്റ്റ്, അത് അയാൾ പറയുന്നു, അതിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലാണ്. ഡയറക്റ്റ്. പക്ഷെ അത് ഇതുവരെ ആരും, ഞാൻ എവിടെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടു. എല്ലാരും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുന്നു, വീഡിയോ ചെയ്യാൻ പറയുന്നു. പക്ഷെ അതിന് പകരം ഗൈഡുകളെ കണ്ടെത്തിയിട്ട് നിങ്ങളൊന്ന് നമ്മളെ ബിസിനസ് വിസിറ്റ് ചെയ്യൂ, എങ്ങനെയുണ്ട് റിയൽ എക്സ്പീരിയൻസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് മാസീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ അത് റോങ്. അതായത് കാശിന് വേണ്ടിട്ട് ചെയ്യരുത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ വെട്ടത്ത് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം, ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം ലെവൽ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിളിക്കും, അത്യാവശ്യം ലെവൽ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു റാങ്കിങ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇവരെ ഗൂഗിൾ റാങ്കിങ് തന്നെ കൂടും, ഒരു കോവർക്കിംഗ് സ്പേസ് എന്നുള്ള രൂപത്തിൽ.